എൻ്റെ ബൈറ്റ് റൈറ്റ് എന്നുള്ള ഹെൽത്തി ലഡു നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ വീക്കിൽ തന്നെ ഒരു 50+ ഓർഡേഴ്സ് കിട്ടി. അത് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞാനൊരു സീഡ് സൈക്ലിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാട്ടോ. എല്ലാവർക്കും അറിയാമായിരിക്കും എന്താ സീഡ് സൈക്ലിംഗ്, എന്നാലും ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് നമ്മുടെ ഈ ഹോർമോൺ ഇംബാലൻസസ്, അതുപോലെ പീരിയഡ്സ് റെഗുലർ അല്ലാണ്ടിരിക്കുക, മൂഡ് സ്വിങ്സ് വരിക, അതിനൊക്കെ ആയിട്ട് നമ്മുടെ സീഡ്സ്, നമുക്ക് പല പല സീഡ്സ് കിട്ടും നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട്, അതായത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മെൻസ്ട്രൽ പീരീഡ് എന്ന് പറയുന്നത് ഒരു 28 days ആണ് അല്ലേ. അതിൽ നമ്മൾ 2 phase ആയിട്ടാണ് 28 days ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് 14 days, 1 to 14 days, പിന്നെ 15 to 28 days. അപ്പോൾ ഈ 1 to 14 days കഴിക്കേണ്ട കുറച്ച് സീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ 15 to 28 days കഴിക്കേണ്ട കുറച്ച് സീഡ്സും ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ആദ്യത്തെ 14 ദിവസം നമ്മുടെ ഈസ്ട്രജനും മെറ്റാബോളിസം ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, രണ്ടാമത്തെ ഫേസിൽ നമ്മുടെ ഹോർമോൺ ഇംബാലൻസസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ സീഡ് കഴിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ അടുത്ത പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കോംബോ പാക്ക് ആട്ടോ. അതായത് ആദ്യത്തെ ഫേസ് കഴിക്കാനുള്ള ഒരു 14 ലഡുകളും അടുത്ത ഫേസ് കഴിക്കാനുള്ള 14 ലഡു ആയിട്ടുള്ള ഒരു മന്ത്ലി പാക്കേജ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വെറുതെ സീഡ്സ് ഒന്നും കഴിക്കാൻ ചിലപ്പോൾ ഇഷ്ടമുണ്ടായിന്ന് വരില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഡെസേർട്ട് രൂപത്തിലൊക്കെ ആകുമ്പോൾ നമുക്കത് വളരെ സന്തോഷത്തോടെ കഴിക്കും. അപ്പം എല്ലാവരും ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ എൻ്റെ ഹെൽത്തി ലഡു. ഓക്കെ, താങ്ക് യു.